ഡിസൈനേഴ്സിനോടാണ്. നിങ്ങളെ ഒരു മെഷീനെ പോലെ പണിയെടുപ്പിക്കുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ കരിയർ ആയിരിക്കും. പലതരം ഏജൻസികളുണ്ട്. ലൈക്ക് ക്രിയേറ്റീവ് ഏജൻസി, അഡ്വർടൈസിങ് ഏജൻസി, മാർക്കറ്റിംഗ് ഏജൻസി. എവിടെ പോയാലാണ് നമ്മളുടെ കരിയർ ഒന്ന് ക്ലിക്കാവുക, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാതിരിക്കുക എവിടെ പോയാലാണ്, പണി കിട്ടുക എവിടെ പോയാലാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ആദ്യം വേണം. 10-15 പോസ്റ്റേഴ്സൊക്കെ ഡെയിലി ചെയ്യുന്ന ആളുകളുണ്ട്. സ്പെഷ്യൽ ഡേ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട. സ്ഥിരം ടെംപ്ലേറ്റിൽ ഡിസൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് സ്വന്തമായിട്ടുള്ള ഇൻപുട്ടിനൊന്നും ഒരു സ്പേസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന കുറേ ഡിസൈനേഴ്സ് ഉണ്ട്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഡിസൈനേഴ്സിന് ഒരു നല്ലൊരു ഓപ്ഷനാണ് അഡ്വർടൈസിങ് ഏജൻസി. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുക അത്തരത്തിലുള്ള ഏജൻസികളാണ്. ബിക്കോസ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. ഒരു വലിയ ബ്രാൻഡിൻ്റെ ഭാഗമായിട്ട് മേ ബി വർക്ക് ചെയ്യാൻ പറ്റാം. പുതിയ പുതിയ ക്യാമ്പയിൻസ്, പുതിയ പുതിയ ഐഡിയാസിലൊക്കെ നമുക്ക് നമ്മുടെ ഇൻപുട്ടുകൾ കൊടുക്കാം, നമുക്ക് സജഷൻസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോക്കസ് മാറും, പെർസ്പെക്റ്റീവ് മാറും, ഒരു ഡിസൈനിൻ്റെ ഒരു ആക്ച്വൽ പർപ്പസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നമ്മളുടെ പോർട്ട്ഫോളിയോ അടിപൊളിയായിരിക്കും. ആളുകൾ സാലറി മാത്രം നോക്കി വർക്ക് ചെയ്യുമ്പോഴാണ് ഈ മെഷീനെ പോലെയൊക്കെ പണിയെടുക്കേണ്ടി വരിക. അതിൻ്റെ കൂടെ നമ്മളൊരു കരിയർ ഗ്രോത്ത് എന്താവണം, ഞാനൊരു 5 വർഷം കഴിഞ്ഞാൽ എവിടെ എത്തി നിൽക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഒരു പക്ഷേ ആദ്യം തിരഞ്ഞെടുക്കുന്ന ഒരു ഏജൻസി ആയിരിക്കാം. സോ കരിയർ ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ നല്ല കമ്പനികളിൽ ജോയിൻ ചെയ്യുക, മെഷീൻ ആവാതിരിക്കുക.